प्यारे बच्चों, सबको സൈലം ഓൺലൈൻ ഹിന്ദി ക്ലാസ് पर स्वागत है. അപ്പോൾ മക്കളെ, നാളെ നമ്മുടെ ഹിന്ദി പരീക്ഷ വരാൻ പോവുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് ലെറ്ററുകളും ഡയറിയും പോസ്റ്ററുകളും എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേരുകൾ ആവശ്യപ്പെടുന്നതും ഒരുപാട് പേര് ആശങ്കയുള്ളതുമായ ഒരു പ്രശ്നം, സാർ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇതെല്ലാം കൂടി ചോദ്യം വരുന്ന സമയത്ത് എനിക്ക് സ്വന്തമായി എഴുതാൻ കഴിയുന്നില്ല. സ്വന്തമായി ഭാഷയിൽ ഹിന്ദി ഭാഷയിൽ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ടെക്സ്റ്റ് ബുക്കിലുള്ള നോട്ട്ബുക്കിലൊക്കെ ഒരുപാട് ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട്, വായിച്ച് പഠിച്ചിട്ടുണ്ട്, ഓർത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ എന്താണ് ആ കുട്ടിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം? അടിസ്ഥാനപരമായി സെൻറ്റൻസ് ഉണ്ടാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ആ കുട്ടിയുടെ മനസ്സിൽ ഓർമ്മയിൽ ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിലേക്കാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നത്. മക്കളെ നോക്കൂ, നമ്മളതിന് ആദ്യം പഠിക്കേണ്ടത് വിഭക്തി പ്രത്യയങ്ങളാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ല വിഭക്തി പ്രത്യയങ്ങൾ. വളരെ നിസ്സാരമായ സിമ്പിളായ കാര്യമാണ്. അതായത് നമുക്ക് ഹിന്ദി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, സ്വന്തമായി സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിൽ, നോവൽ എഴുതണമെങ്കിൽ, കഥ എഴുതണമെങ്കിൽ, പാട്ട് ഉണ്ടാക്കണമെങ്കിൽ ഒക്കെ നമുക്ക് ഹിന്ദിയിലെ കുറേ വാക്കുകൾ കൂട്ടിച്ചേർത്ത് കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തെയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊടുക്കുന്നത്. ഇതിൻ്റെ പേര് വിഭക്തി പ്രത്യയങ്ങൾ എന്നാണ്. അതായത് എന്താണ് വിഭക്തി പ്രത്യയങ്ങൾ? ഹിന്ദി ഭാഷയിൽ നമ്മളൊരു ഭാഷയിൽ അക്ഷരം പഠിച്ചാൽ ആദ്യം പഠിക്കേണ്ടത്, കുറേ വാക്കുകളൊക്കെ പഠിക്കുന്നതിന് മുൻപ് ആദ്യം പഠിക്കേണ്ടത്, കിട്ടാവുന്ന വാക്കുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ പഠിക്കേണ്ടത് വിഭക്തി പ്രത്യയങ്ങളാണ്. എന്താണ് വിഭക്തി പ്രത്യയങ്ങൾ? ഹിന്ദി ഭാഷയിലെ രണ്ട് വാക്കുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായമായി തീർന്ന ഏതാനും ചില അക്ഷരരൂപങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്? വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. എത്ര എണ്ണം ഉണ്ട് മക്കളെ? 9 എണ്ണം ഉണ്ട്. എത്ര വിഭക്തി പ്രത്യയങ്ങളുണ്ട്? വിഭക്തി പ്രത്യയങ്ങൾ നമുക്ക് 9 എണ്ണം ഉണ്ട്. 9 എണ്ണം വിഭക്തി പ്രത്യയങ്ങൾ. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നേ, കോ, സേ, കാ, കേ, കി, മേം, പർ, കേലി എന്നിങ്ങനെ 9 എണ്ണമാണ്. ഇതിൽ നേയുടെ അർത്ഥം എന്താ? പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്നാണ്. നേ എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അപ്പോൾ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ടോ? അതായത് നമ്മൾ നാളെ പരീക്ഷ വരുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞു പോയ കാര്യം ആയിട്ടൊരു സെൻറ്റൻസ് എഴുതേണ്ടി വരികയാണെങ്കിൽ അതിൽ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അയാളുടെ പേരിന് മുൻപിൽ നേ ചേർക്കണം. പിന്നെ ഒരുപാട് നിയമങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, കഴിഞ്ഞു പോയ കാര്യം പറയുമ്പോൾ അതിലേതെങ്കിലും വ്യക്തിയുടെ കാര്യം പ്രവൃത്തി ചെയ്യുന്ന ആളിൻ്റെ പേര് പറയുന്നുണ്ടെങ്കിൽ അയാളുടെ പേരിന് മുൻപിൽ നേ ചേർക്കണം എന്നാണ്. ഓക്കെ, ഇനി നോക്കൂ, ക്രിയ സകർമ്മക്കാണെങ്കിലേ ചേർക്കേണ്ടതുള്ളൂ. അതൊക്കെ നമുക്ക് ഒരുപാട് തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കാം. ഇനി കോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക് ന് ളേ എന്നാണ്. അവൾക്ക്, അവന്, അവളെ, അവയെ, ജമീലാക്കോ, ഫാത്തിമാക്കോ, മുഹമ്മദ്ക്കോ, അഹമ്മദ്ക്കോ, ജോസഫ്ക്കോ എന്നൊക്കെ പറയാൻ വേണ്ടി എനിക്ക്, അവന് എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ പേരിൻ്റെ കൂടെ കോ ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ മക്കളെ, പിന്നെ നമ്മൾ സേ എന്ന് പറയുന്നുണ്ടോ? സേ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, കൊണ്ട്, കാൾ, ഓട്, മുതൽ, ആൾ, ആൾന. സേ ഇൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം സേ, തിരുവനന്തപുരത്ത് നിന്ന്, ദില്ലി സേ, ഡൽഹിയിൽ നിന്ന്, മേരാ ഘർ സേ, എൻ്റെ വീട്ടിൽ നിന്ന്, സ്കൂൾ സേ, സ്കൂളിൽ നിന്ന്, ഓക്കെ, ബാഗ് സേ, ബാഗിൽ നിന്ന്, കൊണ്ട്, രാമു സേ, രാമുവിനെ കൊണ്ട്, ഓക്കെ, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി നമ്മൾ കൊണ്ട് സേ ഉപയോഗിക്കും. കാൾ, ജമീല ഫാത്തിമ സേ പഠിക്കുക, ജമീല ഫാത്തിമയേക്കാൾ പഠിക്കുന്നു. ഓട്, രാമു രാജു സേ കഹ, രാമു രാജുവിനോട് പറഞ്ഞു. മുതൽ, ഏക് സേ 10 തക്ക്, 1 മുതൽ 10 വരെ. ഇതർ സേ ഉദർ തക്ക്, ഇവിടെ മുതൽ അവിടം വരെ. എങ്ങനെ ആ അർത്ഥങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ആൽ, ആൾ, അതിനേക്കാൾ, അതിനാൽ എന്നൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ സേ ഉപയോഗിക്കും. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നത്, സാർ ഞാൻ സേ ഇൽ നിന്ന് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് ഞാൻ സേ വെച്ചു, പക്ഷേ മറ്റേയാൾ കൊണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? പക്ഷേ മക്കളെ, നിങ്ങൾ എവിടെയാണോ ഹിന്ദിയിൽ നിങ്ങൾ സേ പ്രയോഗിക്കുന്നത് അതിൻ്റെ പിറകിലുള്ളയും മുൻപിലുള്ളയും വാക്കാണ് സേയുടെ അർത്ഥം ഇവിടെ ഏതെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ച് എഴുതിയാൽ അത് ആര് വായിച്ചാലും മാറ്റം വരുന്നില്ല. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ വരുന്നില്ല. ഓക്കെ, പിന്നെ വരുന്നത് കാ, കേ, കി എന്നാണ്. ഇതിൽ കായുടെ അർത്ഥം എന്താ? എൻ്റെ, ഉടെ, ഉള്ള, അല്ലേ എന്നാ. അവൻ്റെ, അവയുടെ, അവക്കുള്ള, അവളിലെ എന്നൊക്കെ പറയാൻ വേണ്ടി. കേയുടെ അർത്ഥമോ എൻ്റെ, ഉടെ, ഉള്ള, ലേ. അത് ആദ്യത്തെ നമ്മൾ കായ്ക്ക് പറഞ്ഞതുപോലെ തന്നെ. കിയോ അതിനും എൻ്റെ, ഉടെ, ഉള്ള, ലേ. ഈ മൂന്നിനും ഒരർത്ഥമാണ്. അപ്പോൾ ഏതും പ്രയോഗിച്ചുകൂടെ? തൽക്കാലം മനസ്സിലാക്കുക, ഏതും പ്രയോഗിക്കാം. സത്യത്തിൽ പുല്ലിംഗം ഏകവചന സെൻറ്റൻസ് വരുമ്പോൾ ഇത് കായും, പുല്ലിംഗം ബഹുവചനം വരുമ്പോൾ കേയും, സ്ത്രീലിംഗം വരുമ്പോൾ സിംഗുലർ വന്നാലും പ്ലൂറൽ വന്നാലും ക്യൂ എന്നാ. എവിടെ? അതായത് എവിടെയാണോ നിങ്ങൾ ഇൻ്റെ എന്നോ ഉടേ എന്നോ ഉള്ള എന്നോ ലേ എന്ന അർത്ഥത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാക്കയ്ക്ക് പ്രയോഗിക്കുന്നത്, അത് കഴിഞ്ഞ് വരാൻ എഴുതാൻ പോകുന്ന വാക്ക് സ്ത്രീലിംഗമാണെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് കീ എന്ന് വെക്കുക. ഓക്കെ, ഉദാഹരണം നോക്ക്. രാജു ക ബേട്ട, രാജുവിൻ്റെ മകൻ. മകൻ എന്നുള്ളത് സിംഗുലറാണ്, ആൺകുട്ടിയാണ്, അതുകൊണ്ട് നമ്മൾ ക വെച്ചു. രാജു കെ ബേട്ടെ, രാജുവിൻ്റെ ആൺകുട്ടികൾ. ബേട്ടെ വരാൻ പോകുമ്പോൾ നമ്മൾ കെ വെച്ചു. രാജു കി മാം, അവിടെ നമ്മൾ അമ്മ വരാൻ പോകുന്ന വാക്ക് അപ്പോൾ കിഴിച്ചു. അപ്പോൾ തൊട്ട് മുൻപിൽ വരുന്ന നാമങ്ങൾ നോക്കി ആ കാക്കയ്ക്ക് ചേർക്കുക. നിങ്ങൾ അതൊന്നും വലിയ ടെൻഷൻ ആക്കണ്ട. നിങ്ങൾ ഇന്ത്യ ഇവിടെ ഉള്ള അല്ലേ എന്ന അർത്ഥങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാക്കയ്ക്ക് പ്രയോഗിക്കുക തൽക്കാലം. ഓക്കെ,
ഇനി നമ്മൾ പഠിക്കേണ്ടത് മേം എന്ന് പറയുന്ന വാക്ക. മേം മാ എഴുതി മുകളിൽ ഒരു വരയും കുത്തുവാണ്. മേം എന്ന് പറഞ്ഞാൽ ഇല്ല. എന്നാൽ നിങ്ങൾ വേറൊരു മേം പഠിച്ചിട്ടുണ്ട്, നമ്മളിത് പഠിക്കാൻ പോകുന്നു. അതെന്ന് പറഞ്ഞാൽ സർവനാമമാണ്. ഓക്കെ, ഇത് നമ്മൾ വിഭക്തി പ്രത്യയത്തിലെ മേ ആണ്. മേം എന്ന് പറഞ്ഞാൽ ഇൽ എന്നാണ് അർത്ഥം. ജേബ് മേം പോക്കറ്റിൽ, സിർ മേം തലയിൽ, ഗർ മേം വീട്ടിൽ, സ്കൂൾ മേ സ്കൂളിൽ, ബാഗ് മേം ബാഗിൽ. ഓക്കെ, പർ എന്ന് പറഞ്ഞാൽ മീതെ മുകളിൽ നാ, ഗർ പർ വീടിൻ്റെ മുകളിൽ, മേശ് പർ കിതാബ് ഹേ മേശപ്പുറത്ത് പുസ്തകമുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിരിക്കുന്നു. കേലിയ എന്ന് പറഞ്ഞാൽ വേണ്ടി നാ, ഖാനെ കേലിയെ തിന്നാൻ വേണ്ടി, ജാനെ കേലിയെ പോകാൻ വേണ്ടി, ആനെ കേലിയെ വരാൻ വേണ്ടി, ലിഖനെ കേലിയെ എഴുതാൻ വേണ്ടി, പഠനെ കേലിയെ പഠിക്കാൻ വേണ്ടി. ഈ 9 സാധനം മതി മക്കളെ നിങ്ങൾക്ക് ലോകത്ത് ഹിന്ദിയിൽ എല്ലാ കാര്യങ്ങളും പറയാൻ, കഥകൾ എഴുതാനും കവിതകൾ എഴുതാനും ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനും എല്ലാം നിങ്ങൾക്ക് വാക്കുകളെ കൂട്ടിച്ചേർക്കാൻ ഈ സംഭവം 9 മതി. ഇവിടെ അർത്ഥം കൃത്യമായിട്ട് പഠിച്ച് നിങ്ങളുടെ മനസ്സിൽ സെറ്റായി കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആൻസറുകൾ സ്വന്തമായി ക്രിയേറ്റ് ചെയ്യുമ്പോൾ യാതൊരു തടസ്സവും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് വിഭക്തി പ്രത്യയം? ഹിന്ദിയിലെ 2 വാക്കുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായകമായി തീർന്ന ഏതാനും ചില അക്ഷരരൂപങ്ങളാണ് വിഭക്തി പ്രത്യയങ്ങൾ. 2 വാക്ക് എടുത്ത് വെച്ചുകൊണ്ട് സെൻറ്റൻസ് ആവില്ല. ഇപ്പം ഞാൻ എന്നുള്ളതിന് ഹിന്ദിയിൽ മേം എന്ന് പറഞ്ഞാൽ മതി. പേനയ്ക്ക് നമ്മൾ കലം എന്നാണ് പറയുന്നത് അല്ലേ? പേനയ്ക്ക് നമ്മൾ എന്താ പറയുന്നത്? കലം. അങ്ങനെയാണെങ്കിൽ 2 വാക്ക് കിട്ടി. സെൻറ്റൻസ് ഉണ്ടാക്കാൻ മേം കലം എന്ന് പറഞ്ഞാൽ ഞാൻ പേനാന്നേ ആവൂ, എൻ്റെ പേന ആവുമോ? ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ കാ ചേർക്കണം, എൻ്റെ എന്നർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മേം കാ കലം എന്നല്ല മേരാ കലം എന്നാവും. അതെങ്ങനെ മാറുന്നുള്ളത് പറയാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഹിന്ദി ഭാഷയിൽ 2 വാക്കുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായമായി തീർന്ന ഏതാനും ചില അക്ഷരങ്ങളെ എന്ന് പറയുന്ന മക്കളെ വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. എത്ര എണ്ണം ഉണ്ട്? 9. ഏതൊക്കെ? 3 സെക്കൻഡ് കൊണ്ട് അത് പറയണം. ഏതൊക്കെ? നേക്കോസെ കാക്കേ കി മെമ്പർ കെ ലിയേ, നേക്കോസെ കാക്കേ കി മെമ്പർ കെ ലിയേ. ഓക്കെ, സെറ്റ് അല്ലേ? അല്ലെങ്കിൽ നേക്കോസെ കാക്കേ കി മെമ്പർ കെ ലിയേ, നേക്കോസെ കാക്കേ കി മെമ്പർ കെ ലിയേ. മറന്നു പോകരുത്. അപ്പോൾ നേ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കോ എന്ന് പറഞ്ഞാൽ കീനിളയെ, സേ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് കൊണ്ട് കാലോട് മുതലാൾ, കാക്കേക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ അവിടെ ഉള്ളാലെ, മേം ഇൽ പർ മീതെ മുകളിൽ കേലിയ വേണ്ടി. ഇത്രയും നിങ്ങൾ പഠിച്ച് സെറ്റായല്ലോ? ഉറപ്പായില്ല മക്കളെ? ഇനി നമ്മൾ അത്യാവശ്യമായി സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി അടുത്തായി നമ്മൾ പഠിക്കേണ്ടത് സർവ്വനാമങ്ങളാണ്. എന്താണ് മക്കളെ സർവ്വനാമങ്ങൾ? സർവം എന്ന് പറഞ്ഞാൽ മുഴുവൻ, നാമം എന്ന് പറഞ്ഞാൽ പേര്. പ്രോനൗൺ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിനാണ് നമ്മൾ ഹിന്ദിയിൽ സർവ്വനാമങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത സെൻറ്റൻസ് ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കേണ്ടത് സർവ്വനാമങ്ങളാണ്. അതായത് എന്തിനാണ് സർവ്വനാമം ഉപയോഗിക്കുന്നത്? സർവ്വനാമം എന്ന് പറഞ്ഞാൽ പേരിന് പകരമായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്തിനാ പേരിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്? പേരുകൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതൊരു ബോറാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പേരിന് പകരം നമ്മൾ അതേ വില കൽപ്പിക്കപ്പെടുന്ന മറ്റൊരു പേര് വെക്കുന്നു. അപ്പോൾ പേരിൻ്റെ ആവർത്തന വിരസത ഒഴിവാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പേരാണ് സർവ്വനാമങ്ങൾ. ഇപ്പോൾ എൻ്റെ പേര് ബാബു സാർ. ബാബു സാർ വരുമ്പോൾ കേൾക്കൂ, ബാബു പറയുമ്പോൾ കേൾക്കണം, ബാബു പറയുമ്പോൾ എഴുതണം, ബാബു പറയുന്നത് പഠിച്ചിരിക്കണം. ഇങ്ങനെ ഞാൻ നിരവധി കുറേ ബാബു സാർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കേട്ടുമടുക്കും. അപ്പോൾ ഞാൻ മക്കളെ എൻ്റെ പേര് ബാബു എന്നാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക, ഞാൻ പറയുന്നത് നിങ്ങൾ കൃത്യമായി കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും. ഞാൻ എത്ര ഞാൻ പറഞ്ഞാലും അതൊരു ബോറിംഗ് അല്ല. അതുപോലെ നിങ്ങളെ പേരും ആവർത്തിച്ച് പറയുമ്പോൾ അത് ബോറാണ്. അപ്പോൾ പേരുകളുടെ ആവർത്തന വിരസത ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ സർവ്വനാമം ഉപയോഗിക്കുന്നു. തീർന്നില്ല. പേരറിയാത്ത എന്തെങ്കിലും വ്യക്തിയോ വസ്തുവോ സാധനമോ ഈ ലോകത്തുണ്ടെങ്കിൽ അതിനെ മുഴുവൻ പറയാനും ഈ 15 പേരുകൾ മാത്രം മതി. ഇതാണ് സർവ്വനാമം. അപ്പോൾ എന്താ സർവ്വനാമം? ഭാഷയിലെ പേരുകളുടെ ആവർത്തന വിരസത ഒഴിവാക്കുന്നതിന് വേണ്ടിയും പേരറിയാത്തവയുടെ പേരിന് പകരമായി ഉപയോഗിക്കുന്ന ഒന്നിൻ്റേതുമല്ലാത്ത എല്ലാത്തിനും വെച്ചു കൊടുക്കാവുന്ന കോമൺ നെയിമിന് ആണ് നമ്മൾ സർവ്വനാമങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായ മക്കളെ? സർവ്വനാമങ്ങൾ ഇത് എത്ര ഉണ്ട്? 15 പേരേ ഉള്ളൂ. ലോകത്തുള്ള എല്ലാ വസ്തുക്കളെ പറ്റിയും എല്ലാ വ്യക്തികളെ കുറിച്ചൊക്കെ ഒറിജിനൽ പേര് നമുക്കറിയില്ലെങ്കിൽ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഈ പേര് വെച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇതിനാണ് നമ്മൾ പറയുന്നത് സർവ്വനാമങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കൂ ഏതൊക്കെയാണെന്ന്. അപ്പോൾ എന്താ സർവ്വനാമം? ഭാഷയിലെ പേരുകളുടെ ആവർത്തന വിരസത ഒഴിവാക്കാൻ, അറിയാവുന്ന പേരുകളുടെ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ, പേരറിയില്ലെങ്കിൽ അവരുടെ പേരിന് പകരം ഉപയോഗിക്കാൻ. ഇപ്പോൾ അതിലെ ഒരാൾ നടന്നു പോവുകയാണ്, നടന്നു പോകുന്ന ആളിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, അദ്ദേഹത്തോട് ഇവിടെ വരാൻ പറയുന്നു. നിങ്ങൾ പോയിട്ട് ഹലോ അദ്ദേഹമേ ഇവിടെ വരുമെന്ന് വിളിക്കുന്നുണ്ടോ? ഇല്ല. അയാളോട് ഇവിടെ വരാൻ പറയൂ, ഹലോ അയാൾ എന്ന് നിങ്ങൾ വിളിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങളെന്താ വിളിക്കുക? എന്നൊക്കെ വിളിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഭാഷയിലെ പേരുകളുടെ ആവർത്തന വിരസത ഒഴിവാക്കുന്നതിന് വേണ്ടിയും പേരറിയാത്തവരുടെ പേര് പകരം ഉപയോഗിക്കുന്ന ഉപപേരാണെന്ത്? സർവ്വനാമങ്ങൾ. ഇതെന്തിനാണ് പഠിക്കുന്നത്? ഇത് പഠിക്കാതെ നിങ്ങൾക്ക് ഹിന്ദി സെൻറ്റൻസ് എഴുതാൻ കഴിയില്ല. നോക്കൂ മക്കളെ, നോക്കൂ ഇത് അർത്ഥം നോക്ക്. മയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. തു എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം. തും എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങളെന്നും നമ്മളെന്നും നാം എന്നും അർത്ഥമുണ്ട്. ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കളാണ്. പിന്നെയോ വഹ എന്ന് പറഞ്ഞാൽ അവൻ അവൾ അത് ആ എന്നാണ്. യഹ എന്ന് പറഞ്ഞാൽ ഇവൻ ഇവൾ ഇത് ഈ എന്നാണ്. വേ എന്ന് പറഞ്ഞാൽ അവർ അദ്ദേഹം എന്നാണ്. യേ എന്ന് പറഞ്ഞാൽ ഇവർ ഇദ്ദേഹം എന്നാണ്. കോൻ എന്ന് പറഞ്ഞാൽ ആര് ഏത് എന്നാണ്. കോയി എന്ന് പറഞ്ഞാൽ ആരോ ഏതോ എന്നാണ്.
ജോ എന്ന് പറഞ്ഞാൽ ഏതൊരു, ഏതൊന്ന് അഥവാ ഏതൊരുവൻ എന്നൊക്കെയാണ്. സോ എന്ന് പറഞ്ഞാൽ യാതൊരു, യാതൊന്ന്, യാതൊരുവൻ എന്നാണ്. കുച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ് അർത്ഥം. ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ്. തുമര നാം ക്യാ ഹെ, ഇതിൻ്റെ പേരെന്താണ്. ഇത്രയും സർവനാമങ്ങളില്ല എങ്കിൽ നിങ്ങൾ വിഭക്തി പ്രത്യയങ്ങൾ വാക്കുകൾ കൂട്ടിച്ചേർത്തു. ആശയ രൂപീകരണത്തിന് ഈ വാക്ക് സർവനാമം കൂടി പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ ആശയമുള്ള സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ട രണ്ടാമത്തെ സംഭവമാണ് സർവനാമങ്ങൾ എന്നത്. എത്ര എണ്ണം ഉണ്ട്? 15 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ? മേം, ഞാൻ, തൂ, നീ, തും, നിങ്ങൾ, ഹം, ഞങ്ങൾ, നമ്മൾ, നാം, ആപ്പ്, താങ്കൾ, വഹ്, അവൻ, അവൾ, അത്, ആ, യഹ്, ഇവൻ, ഇവൾ, ഇത്, ഈ, വേ, അവർ, അദ്ദേഹം, ഏ, ഇവർ, ഇദ്ദേഹം, കോൻ, ആര്, ഏത്, കോയി, ആരോ, ഏതോ, ജോ, ഏതൊരു, ഏതൊന്ന്, സോ, യാതൊരു, യാതൊന്ന്, കുച്ച്, കുറച്ച്, ക്യാ, എന്ത്. ഇതാണ് മക്കളെ ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് ഈ പേരുകളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി വിഭക്തി പ്രത്യയവും വാക്കുകളെ കൂട്ടിച്ചേർക്കാൻ വിഭക്തി പ്രത്യയവും പേരുകളുടെ ആവർത്തനം ഒഴിവാക്കാൻ വേണ്ടി സർവനാമം വെച്ച് സെൻറ്റൻസ് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കി പോകുമ്പോൾ നമുക്ക് അവൻ്റെ പേന, ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ തരാം. നോക്കൂ, അവൻ്റെ പേന എന്നതിന് നമ്മൾ ഇതുവരെ പഠിച്ച പ്രകാരം അവൻ എന്നുള്ളതിന് വഹ് എന്നും ൻ്റെ എന്നുള്ളതിന് കാ എന്നും പേനയ്ക്ക് കലം എന്നും വെക്കും. അപ്പോൾ വഹ്ക്കാ കലം, പക്ഷെ തെറ്റാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. വഹ്ക്കാ കലം എന്നുള്ളത് എങ്ങനെയാണ് തെറ്റാവുന്നത്? ഒറ്റ പ്രശ്നമുണ്ട്. പേരുകൾക്ക് പകരം നിങ്ങൾ സർവനാമം ഉപയോഗിക്കുന്നു, വാക്കുകൾ കൂട്ടിച്ചേർക്കാൻ വിഭക്തി പ്രത്യയം ഉപയോഗിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത്? ഒരു ഹിന്ദി വാക്ക്, ഒരു വിഭക്തി പ്രത്യയം, മറ്റൊരു ഹിന്ദി വാക്ക്, പിന്നെ ഒരു സർവനാമം, മറ്റൊരു ഹിന്ദി വാക്ക്, ഒരു വിഭക്തി പ്രത്യയം. ഒരിക്കലും വിഭക്തി പ്രത്യയവും സർവനാമവും അടുത്ത് അങ്ങനെ കൂടുതൽ വരാൻ പാടില്ല. അഥവാ വന്നാൽ ഇവ രണ്ടും കൂടി ചേർന്ന് വേറെ രൂപമാണ്. ഉദാഹരണം നോക്കിയോ, ഇതൊരു സർവനാമമാണ്, ഇതൊരു വിഭക്തി പ്രത്യയമാണ്. ഇതിൻ്റെ ഇടയിൽ ഹിന്ദി വാക്ക് വേറെ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ സർവനാമവും വിഭക്തി പ്രത്യയം അടുത്തടുത്ത് വന്നപ്പോൾ വഹ് ക എന്നുള്ളത് മാറി. ഈ കായ്ക്ക് മാറ്റമില്ല, പേനയ്ക്ക് മാറ്റമില്ല. അവൻ എന്നുള്ള വഹ്, ൻ്റെ എന്നുള്ളതിന് കാ, പേനയ്ക്ക് കല നമ്മൾ ഉപയോഗിച്ചത്. എന്നാൽ അത് വഹ് ക എന്നുള്ളത് മാറി ഉസ്കാ കലം എന്നായി. അപ്പോഴാണ് വാക്യം ശരിയായത്. ഓക്കെ, ഇനി അവന് വേണ്ടി എന്ന് നമുക്ക് ഹിന്ദി പറയണം. വഹ് എന്ന് പറയുന്നത് സർവനാമമാണ്. നേക്കോസെ കാക്കയ്ക്ക് മേമ്പർ കേലിയെ വിഭക്തി പ്രത്യയമാണ്. ഇതിൻ്റെ ഇടയിൽ ഹിന്ദി വാക്കില്ല. സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവർ രണ്ട് സഹായിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഹിന്ദി വാക്കില്ല. ഇവർ രണ്ടും കൂടി ചേർന്നാൽ മാറ്റം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ വഹ് എന്നുള്ളത് എന്തായി? ഉസ്സായി. അപ്പം എന്താവും? ഉസ്കേലി എന്ന് പറയുമ്പോൾ ശരിയാകുന്നത്. ഇനി എന്നിൽ എന്ന് പറയണം. ഒന്ന് മൈം, ഞാൻ എന്ന് പറയുന്നത് അത് സർവനാമാണ്. പിന്നെ ഇൽ എന്ന് പറയാൻ വേണ്ടി വിഭക്തി പ്രത്യയമാണ്. അപ്പോൾ മേം എന്ന് പറഞ്ഞിട്ട് മേം എന്ന് പറയില്ല. അത് മേം എന്തായി മാറി? മുച്ചായി മാറി. മേം അങ്ങനെ തന്നെ. അപ്പം മുച്ചുമേം. ഇങ്ങനെയാണ് ശരിയാകുന്നത്. ഓക്കെ, ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കും. അതിന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനാണ് നമ്മൾ കാണുന്നത്. നോക്കൂ മക്കളെ, ഞാൻ ആദ്യത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്ന സർവനാമാണ് മേം തൂ. ഓക്കെ, പിന്നെ തുമ്മ് കണ്ടോ? ഈ തുമ്മിൻ്റെ മുൻപിൽ എന്തെങ്കിലും ഒരു സർവനാമങ്ങളുടെ ഈ സർവനാമത്തിന് മുൻപിൽ, അതായത് തും എന്ന് പറയുന്ന സർവനാമത്തിന് മുൻപിൽ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന നേക്കോസെ കാക്കിക്ക് മേമ്പർ കിലി എന്ന വിഭക്തി പ്രത്യയങ്ങളില്ലേ, ഇവ വന്നാൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അതായത് തുമ്നെ, തുംകോ, തുംസെ, തുമ്മേൻ, തുമ്പർ, തുംകേലി എന്നിങ്ങനെ വരുള്ളൂ. ഹമ്മിൻ്റെ കൂടെയാണെങ്കിൽ ഹംനെ, അത് അടുത്ത് വന്നാൽ അപ്പോൾ ഹമ്മിൻ്റെ തൊട്ട് മുൻപിൽ വിഭക്തി പ്രത്യയം വന്നാൽ മാറുന്നില്ല. ഹംനെ, ഹംകോ, ഹംസെ അല്ലേ. പിന്നെ നമ്മൾ ഹമ്മേ, ഹംപർ, ഹംകേലി എന്ന് വരുന്നു, മാറ്റമില്ല. ഹംകേലി എന്നല്ല ഹമാരിലി എന്നായും. ആപ്പിൻ്റെ കൂടെ നോക്ക്, നേക്കോസെ കാക്കയ്ക്ക് വിഭക്തി പ്രത്യയം തൊട്ട് മുൻപിൽ വന്നോട്ടെ. ആപ്നെ, ആപ്സെ, ആപ്കോ, ആപ്ക, ആപ്കെ, ആപ്കെ, ആപ്മെ, ആപ്പർ, ആപ്കേലി മാറ്റം വരുന്നില്ല. അപ്പോൾ 15 എണ്ണത്തിൽ ആദ്യത്തെ 3 എണ്ണത്തിൻ്റെ കൂടെ സർവനാമങ്ങളുടെ കൂടെ വിഭക്തി പ്രത്യയം തൊട്ട് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഹിന്ദിയിൽ നടുക്ക് വാക്ക് വരുന്നില്ല എങ്കിലും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അതിനാണ് ഞാൻ 3 എണ്ണത്തിന് റിങ്ങിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അവസാനം 3 ഉണ്ട്. സോ എന്നുള്ളതിൻ്റെ കൂടെ നേക്കോസെ കാക്കി മേമ്പർക്കിലി തൊട്ട് മുൻപിൽ വന്നു, ഹിന്ദി വാക്കില്ലാതെ ഇത് അടുത്ത് വന്നു, മാറ്റില്ല. കുച്ച് വന്നു, ക്യാ വന്നു, മാറ്റില്ല. അപ്പോൾ 15 എണ്ണത്തിൽ നിന്ന് 6 എണ്ണം പോയാൽ ബാക്കി 9 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ 9 സർവനാമങ്ങളും പിന്നീട് കൂടി ചേർന്ന 9 വിഭക്തി പ്രത്യയങ്ങളും, 9 സർവനാമങ്ങളും 9 വിഭക്തി പ്രത്യയങ്ങളും കൂടി ചേരുമ്പോണ്ടാകുന്ന മാറ്റമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? നോക്ക്, ഇതിൻ്റെ അകത്തുള്ള മേം എന്ന് പറയുന്ന സാധനത്തിൻ്റെ കൂടെ നേക്കോസെ കാക്കയ്ക്ക് ആര് വേണേൽ വന്നോട്ടെ, മേം എന്താവും? മുച്ചായി മാറും. ഓക്കെ, തൂ എന്നുള്ളതിൻ്റെ കൂടെ നേക്കോസെ കാക്കയ്ക്ക് ആര് വേണേൽ വന്നോട്ടെ, തൂ തുച്ചായി ആദ്യം മാറണം. വഹ് എന്നുള്ളതിൻ്റെ കൂടെ നേക്കോസെ കാക്കയ്ക്ക് ഏര് വേണം വന്നോട്ടെ, വഹ് ഉസ്സാവണം. യഹ് ഇസ്സാവും, വേ ഉന്നാവും, യേ ഇന്നാവും. കോൻ കിന്ന് ബഹുവചനവും കിസ് ഏകവചനവും, കോയി കിനി ബഹുവചനം, കിസി ഏകവചനം, ജോ ജിൻ ബഹുവചനം, ജിസ് ഏകവചനം എന്നിങ്ങനെ മാറുന്നു. അതായത് നിങ്ങൾ നോക്കൂ, അതിൻ്റെ കൃത്യമായ രൂപമാണ് ഇവിടെ നമുക്ക് ഞാൻ എഴുതാം. നോക്കൂ, നേ നോക്കൂ മക്കളെ,
ഓക്കെ, നേ കോ സേ കാ കേ കി മേ പർ കേലി എന്നിങ്ങനെ നമുക്ക് അടുത്തടുത്ത് എഴുതേണ്ടി വരികയാണ്. അങ്ങനെ വരുമ്പോൾ നോക്കിയോ, ഏത് വരികയാണെങ്കിലും മേം ആദ്യം എന്താവണം? മേം ആദ്യം മുച്ചായി മാറണം. മേമിൻ്റെ കൂടെ നേ എന്ത് വരികയാണെങ്കിൽ അല്ലേ? അപ്പോൾ മേമിൻ്റെ കൂടെ നേ വരുമ്പോൾ മേനേന്ന് വരുന്നു. ബാക്കി മുച്ച് കോ, മുച്ച് സേ, മുച്ച് കാ, മുച്ച് കേ, മുച്ച് കാ, മുച്ച് കേ, മുച്ച് കീലി, മേരാ മേരെ മേരി ആവും. മുച്ച് മേ, മുച്ച് പർ, മുച്ച് കീലി എന്നാവുന്നു. അടുത്ത തൂ എൻ്റെ കൂടെ എന്ത് വരികയാണെങ്കിലും എന്തോ അല്ലേ, തു നേ എന്ന് വരുന്നു. പിന്നെ തുച്ച് കോ, തുച്ച് സേ അല്ലേ? പിന്നെ നമ്മളെന്താ തുച്ച്കാ, തുച്ച്കേ, തുച്ച്കി എന്നുള്ള തേരാ തേരി എന്നാവും. തുച്ച് മേ, തുച്ച് പർ, തുച്ച് കീലി എന്നാവും. വഹ് എന്നുള്ള സാധനത്തിന് തൊട്ട് മുൻപിൽ നേക്കോസെ കാക്കയ്ക്ക് മെമ്പർക്ക് ലീരാണെങ്കിൽ വഹ ആദ്യം പോയിട്ട് ഉസ്സാവണം. പിന്നെന്താ തന്നത്? ഉസ്നെ, ഉസ്കോ, ഉസ്സേ, ഉസ്കാ, ഉസ്കേ, ഉസ്കി, ഉസ്മേ, ഉസ്പർ, ഉസ്കീലി അങ്ങനെ വരുന്നു. യഹിൻ്റെ തൊട്ട് മുൻപിൽ വിഭക്തി നേക്കോസെ കാക്കയ്ക്ക് മെമ്പർക്ക് ലീഗിൽ ഏതെങ്കിലും വരികയാണെങ്കിൽ യഹ ആദ്യം ഇസ്സാവും. പിന്നെ ഇസ്നെ, ഇസ്കോ, ഇസ്സേ, ഇസ്കാ, ഇസ്കേ, ഇസ്കി, ഇസ്മേ, ഇസ്പർ, ഇസ്കേലി എന്നിങ്ങനെ വരും. ഓക്കെ, അവ മറന്നു പോരുത്. ഇത് നമ്മൾ എങ്ങനെ പഠിക്കണം? സർവനാമ വിഭക്തി പ്രത്യേകം കൂടി ചേരുമ്പോൾ അവയ്ക്ക് അല്പം മാറ്റം സംഭവിക്കുന്നു. നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിൻ്റെ അകത്തേടോ സാറ് ക്ലാസ്സിൽ വന്നിട്ട് സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു, എന്നിട്ട് അവനോട് പറയാണ് വഹ് എന്നുള്ളതിൻ്റെ കൂടെ ഞാൻ നേക്കോസെ കാക്കയ്ക്ക് മേമ്പർക്കിൽ ഏതോ ഒന്ന് പറയാൻ പോവുകയാണ്, നീ അതിൻ്റെ സംയുക്ത രൂപം പറയണമെന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലാവാത്തവനാണെങ്കിൽ വഹ് എന്നുള്ളതിൻ്റെ കൂടെ എന്നോട് നേ ആണോ, കോ ആണോ, സേ ആണോ, കയാണോ ഏതാ ചോദിക്കാൻ. കാര്യം മനസ്സിലായവനാണെങ്കിൽ അവൻ പറയും സാർ എന്തിൻ്റെ കൂടിയാണ്? വഹ് എന്നുള്ളതിൻ്റെ കൂടിയാണ്. ആണോ? വഹ എന്താവും? ആദ്യം ഊസ് എന്ത് വേണമെങ്കിൽ വന്നോട്ടെ, വഹ എന്താവും? ഊസ്. പിന്നെന്താവും? ഉസ്നെ, ഉസ്കോ, ഉസ്കാ, ഉസ്കേ, ഉസ്കി, ഉസ്മേ, ഉസ്പർ, ഉസ്കേലി. വഹ എന്താവും? വഹ ആദ്യം എന്താവും? ഉസ്സാവും. പിന്നെന്താ? ഉസ്നെ, ഉസ്കോ, ഉസ്കേ, ഉസ്കാ, ഉസ്കേ, ഉസ്കി, ഉസ്മേ, ഉസ്പർ, ഉസ്കേലി. ഏത് വേണേ വന്നോട്ടെ, വഹ ആദ്യം ഉസ്സായി മാറണം. യഹ എന്താവണം? ഇസ്സാവണം. അപ്പോൾ ഇസ്നെ, ഇസ്കോ, ഇസ്സേ, ഇസ്കാ, ഇസ്കേ, ഇസ്കേ, ഇസ്കി ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ പഠിക്കാം? സർവനാമോ വിഭക്തി പ്രത്യേകം കൂടിച്ചേരുമ്പോൾ അവയ്ക്ക് അല്പം മാറ്റം സംഭവിക്കുന്നു. അതായത് ബോർഡിൽ സ്ക്രീനിൽ നോക്കിയാൽ നമ്മൾ എങ്ങനെ മാറ്റം ഉണ്ടാകുന്ന സർവനാമം മാത്രമാണ് കൊടുത്തത്. മേ മുച്ചായും, തൂ തൂച്ചായും, വഹ് ഉസായും, യഹ് ഈസായും, വേ ഉന്നായും, യേ ഇന്നായും, കോൻ കിന്നായും, കിസ്സായും, കൊയ് കിനിയായും, കിസിയായും, ജോ ജിന്നായും ജിസായും മാറുന്നു. മറക്കരുത്. മേ മൂച്ചായും, തൂ തൂച്ചായും, വഹ് ഉസായും, യഹ് ഈസായും, വേ ഉന്നായും, യേ ഇന്നായും, കോൻ കിന്നായും, കിസ്സായും, കൊയ് കിനിയായും, കിസിയായും, ജോ ജിന്നായും ജിസായും മാറുന്നു. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇങ്ങനെയാണ് പരീക്ഷയിൽ വരുന്നത്. വവ് പ്ലസ് പർ ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് സർവനാമങ്ങളാണ്. ആദ്യം കൊടുത്തത് മുഴുവൻ എന്താണ്? സർവനാമങ്ങളാണ്. തൊട്ടുമുമ്പിൽ വിഭക്തി പ്രത്യേകം ഇട്ടു. പരീക്ഷയിലെ ക്വസ്റ്റ്യൻ നമ്പർ 4, 5, 6 നമ്പറുകളൊക്കെ സാധാരണ വരാറുണ്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ വഹ് പ്ലസ് പർ എന്ത് വരും? ബ്രാക്കറ്റ് ഉത്തരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പാടി വെക്കുന്നു. മേ മൂച്ചായും, തൂ തൂച്ചായും, വഹ് ഉസ്സാവണം. എന്താണ് വഹ്? എന്താണ് വഹ്? എന്താണ് മക്കളെ? വഹ് നമുക്ക് വഹ് ഉസ്സാവണം. തന്നത് എന്താണ് ഇവിടെ? പർ. അപ്പം എന്തുണ്ടാവും? ഉസ് പർ. ഇനി യഹ് പ്ലസ് ഏതാണെന്നുണ്ട്? മേ മൂച്ചായും, തൂ തൂച്ചായും, വഹ് ഉസായും, യഹ് ഇസ്സാവണം. യഹ് എന്താവണം? ഇസ്സാവണം. തന്നതെന്ത്? സേ. അപ്പം എന്തുണ്ടാവും? ഇസ് സേ. മേ എന്താവും? മുച്ചാവുന്നു. അപ്പം എന്താവും? മുച്ചുമേന്ന് വരുന്നു അല്ലേ? മുച്ചുമേന്ന് വരുന്നു. അടുത്തത് വേ പ്ലസ് ക വന്നിട്ടുണ്ട്. മേ മൂച്ചായും, തൂ തൂച്ചായും, വഹ് ഉസായും, യഹ് ഇസായും, വേ ഉന്നാവണം. വേ ഉന്നാവണം. അപ്പോൾ വേ എന്താവുന്നു? ആദ്യം വേ എന്താവുന്നു മക്കളെ? വേ ഉന്നാവുന്നു. ഉൻ. തന്നതെന്ത്? ക. അപ്പം ഉണ്ടാവും ഉൻ ക. ഇനി എ പ്ലസ് കേലിയെ മേ മൂച്ചായും, തൂ തൂച്ചായും, വഹ് ഉസായും, യഹ് ഇസായും, വേ ഉന്നായും, യേ ഇന്നായും. ഏ എന്താവും? ഇന്നാവും. തന്നതെന്ത്? കേലിയെ. അപ്പം എന്തിങ്ങനെ ഉണ്ടാവും? ഇൻ കേലിയെ. മറന്നുപോവോ? ഇല്ല. ഈ പാട്ടിൽ പഠിച്ച സാധനമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഒറ്റ പാട്ടാണ് ഇവിടെ കാണുന്നത്. മുകളിലൂടെ കൊടുത്തിരിക്കുന്ന മക്കളെ, ഇവിടെ കൊടുത്തിരിക്കുന്നത് വിഭക്തി പ്രത്യയങ്ങളാണ്. നേക്കോസെ കാക്കയ്ക്ക് മേം per കേലിയെ. താഴെ കൊടുത്തിരിക്കുന്നത് നോക്ക്, മേ തൂ തൂ വഹ് യേ വേ കോൻ കോയ് ജോസോ കുച്ച് ക്യാ എന്ന് പറയുന്നതാണ്. അതായത് വേ യേ എന്നുള്ളതിനെ നമ്മൾ മേമിനോട് ചേർന്നാൽ ഇത് അവിടെ കൊണ്ടുണ്ട്. മേം വന്നാൽ ഇൻമേ ഉണ്ടാവും അല്ലേ? വേ പ്ലസ് മേം ഇൻമേം. ഇതാണ്, മറന്നു പോരുത്. പരീക്ഷയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കൂടിയാണിത്. പരീക്ഷയിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ചോദ്യം നോക്കുക. സഹി രൂപ കോൺ സാഹെ, ശരിയായ രൂപം ഏത്? നമ്മൾ ഇതുവരെ പഠിച്ച പ്രകാരം നോക്കിക്കോ.
വവ് പ്ലസ് കോ ഉൻകോ വവ് പ്ലസ് കോ വവ് കോ വവ് പ്ലസ് കോ വേക്കോ വവ് പ്ലസ് കോ. ഇത് നോക്ക് നിങ്ങൾ, ഇവിടെ കംപ്ലീറ്റ് വഹല്ലേ ആണ്, എല്ലാത്തിലും വഹാണ്. എല്ലാത്തിലും പ്ലസ് അല്ലേ, എല്ലാത്തിലും പ്ലസ് ഇട്ടു. പിന്നെ എല്ലാത്തിനും കോയല്ലേ, എല്ലാത്തിനും കോയാണ്. അങ്ങനെയാണെങ്കിൽ ഏതോ ഒരു ശരിയായ രൂപം ഉണ്ടാവണം. വവ് പ്ലസ് കോ ഉസ്കോ എന്നാണ് നമ്മൾ പഠിച്ചത്. ഇത് ഉസ്കോ ആണോ? അല്ല, അത് ഉൻകോ ആണ്. ഇത് വൗക്കോ ആണ്, നമുക്ക് ഉസ്കോ കിട്ടണം. ഇത് വേക്കോ ആണ്, നമുക്ക് കിട്ടണം ഉസ്കോ. ഇവിടെ നമുക്ക് ഉസേ തന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഉസേ തന്നിട്ടുണ്ട്. ഇത് ശരിയാണോ? വവ് പ്ലസ് കോ ഉസ്കോ എന്നാണ് വേണ്ടത്, പക്ഷേ ഉസ്കോ ഇതിൻ്റെ അകത്തില്ല. പിന്നുള്ളത് ഉസയാണ്. അത് ശരിയാണോ? അത് ശരിയാണ്. എങ്ങനെയാണത് ശരിയാവുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നോക്കിക്കോ, വവ് പ്ലസ് കോ എന്ന് പറഞ്ഞാൽ ഉസ്കോ എന്നാണ് ഉത്തരം. ഉസ്കോ എന്നാണ് ഉത്തരം. അതിൻ്റെ ഷോർട്ട് രൂപമാണ് ഉസേ എന്ന്. നമ്മൾ ഇവിടെ പഠിച്ച് നിന്നുപോയോ എന്നറിയാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളിത് പഠിച്ചിട്ടില്ലേ, നമ്മളിവിടെ മാത്രം ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ട് പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വവ് പ്ലസ് കോ ഉസ്കോ തരാതെ, കോ തരാതെ ഉസേ തന്നത്. കോ ചേരുമ്പോൾ മാത്രമേ ഒരു ഷോർട്ട് രൂപമുള്ളൂ. വേറെ ഒരു നേക്കോസെ കാക്കയ്ക്ക് മേമ്പർക്കലിയിൽ ഏത് സർവനാമത്തിൻ്റെ കൂടെയും കോ ചേരുമ്പോൾ മാത്രമേ ഒരു ഷോർട്ട് രൂപമുള്ളൂ, അല്ലാത്തതിന് ഷോർട്ട് രൂപമില്ല. ഉദാഹരണം നോക്കിയോ, ഇവിടെ നോക്ക്, മേം, തൂ, വഹ്, യഹ്, വേ, ഏതൊക്കെ സർവനാമാണ്. നേക്കോസെ കാക്കയും മേമ്പർക്കലി ഇങ്ങനെ പോകുന്നുണ്ട്. അതിൽ നമ്മൾ കോ അല്ലേ, മേം ഉച്ചായും തൂ തുച്ചായും വഹ് ഉസായി യഹ് ഇസായി എന്നൊക്കെ നമ്മൾ പഠിച്ചു. കോ ചേരുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, പക്ഷേ അതിന് ഷോർട്ട് രൂപമുണ്ട്. മേം പ്ലസ് കോ, മേം ഉച്ചായി മാറുന്നു, തന്നത് കോ മുച്ചുക്കോ, അതിൻ്റെ ഷോർട്ടാണ് മുച്ചേ. തൂ തുച്ചായി മാറുന്നു, കോ തന്നു, അപ്പോൾ തുച്ചുക്കോ, അതിൻ്റെ ഷോർട്ടാണ് തുച്ചേ. വഹ എപ്പോഴും ഉസ്സായി മാറണം, തന്നത് കോ ആണ്, അങ്ങനെയാണെങ്കിൽ ഉസ്കോ ശരിയാണ്, പക്ഷേ അതിൻ്റെ ഷോർട്ടാണ് ഉസേ. യഹ് ഇസ്കോ ആണ്, ഇസേ ഷോർട്ടാണ്. വേ ഉന്നാവണം, തന്നത് കോയാണ്, അപ്പോൾ ഉൻകോ ആണ്, അതിൻ്റെ ഷോർട്ടാണ് ഉനേ. ഏ ഇന്നായി മാറണം, ഇന്നായി മാറിയിട്ടുണ്ട്, തന്നത് കോ ആണ്, അപ്പോൾ ഇൻകോ ആണ്, ശരിയാണ്, പക്ഷേ അതിൻ്റെ ഷോർട്ടാണ് ഇനേം. ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് ഉത്തരമായി തരില്ല, ഏതെങ്കിലും ഒന്നേ തരുള്ളൂ. അപ്പോൾ നിങ്ങൾ മൂച്ചുക്കോ മൂച്ചേ, തൂച്ചുക്കോ തുച്ചേ, ഉസുക്കോ ഉസേ, ഇസ്കോ ഇസേ, ഉൻകോ ഉനേ, ഇൻകോ ഇനേ. ഈ കോ ചെന്നാൽ മാത്രമാണ് ഷോർട്ട് രൂപ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മുച്ചുക്കോ തുച്ചുക്കോ ഉസ്കോ എന്നുള്ളത് മേ മുച്ചായും തുച്ചുക ചൊല്ലി നോക്കിയാൽ കോ ചേർക്കുമ്പോൾ ചേർത്താൽ മതി. പക്ഷേ അങ്ങനെ ചേർത്ത മുച്ചുക്കോ എന്ന് കാണുന്നില്ലെങ്കിൽ, നിങ്ങൾ മുച്ചയെ ബ്രാക്കറ്റിൽ കാണുന്നെങ്കിൽ അതാണ് അതിൻ്റെ ശരി. ഉസ്കോ കാണുന്നില്ല, ഉസേ കാണുന്നുണ്ടെങ്കിൽ ഉസയാണ് ശരി. ഉസ്കോയും ഉസയും കൂടി തരില്ല, ഏതെങ്കിലും ഒന്നുകിൽ ഉസ്കോ തരും അല്ലെങ്കിൽ ഉസേ തരും. ഓക്കെ, കറക്റ്റ് ആയാലും മനസ്സിലായേ? അപ്പോൾ മക്കളെ, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാനുള്ളത്. ഒന്നുകൂടെ പറയുന്നു. ഇനി തിരിച്ചതൊരു ചോദ്യം ചോദിക്കും, പരീക്ഷയിൽ തിരിച്ച് ചോദിക്കാറുണ്ട്. ഉസ്കോ മേം, അത് കൂട്ടിച്ചേർത്ത രൂപ ആദ്യം കൂടെ തന്നു, പ്ലസ് ഇട്ടൊന്നുമില്ല, കൂട്ടിച്ചേർത്ത രൂപം ആദ്യം വന്നു. ഉസ്കോ മേം നിഹിത് അടങ്ങിയ സർവനാം കൊൻസായി. ഈ ഉസ്കോ എന്നുള്ളതിൻ്റെ അകത്ത് അടങ്ങിയ സർവനാം ഏതാണ്? വേ തന്നിട്ടുണ്ട്, ഏ തന്നിട്ടുണ്ട്, യഹ് തന്നിട്ടുണ്ട്, വഹ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഉസ്കോ കിട്ടിയാൻ പാട്ട് പാടി വെക്കുക. മേമു ചായും തൂതു ചായും വഹ് ഉസ്സാണോ? വഹാണ് ഉസ്സായത്. ഇവിടെ വഹാണോ? അത് അല്ല. ഇത് വഹാണോ? അല്ല. ഇത് യഹാണ്. അപ്പോൾ ഏതാ ശരി? വഹ് എന്ന് പറയുന്ന ഈ സംഭവമാണ് ഇതിൻ്റെ അത് ശരി. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. എങ്കിൽ മാത്രമേ തെറ്റുകൂടാതെ നിങ്ങളുടെ മനസ്സിലെ ആശയങ്ങൾ കൃത്യമായിട്ട് നാളത്തെ പരീക്ഷയിൽ അവതരിപ്പിക്കാൻ പറ്റൂ. അത് സുന്ദരമായി പഠിച്ചതിന് ശേഷം വേണം ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഇതുപോലുള്ള മറ്റു എല്ലാ ഡീറ്റെയിൽസുകളായിട്ട് മാരത്തോൺ ലൈവിൽ നിങ്ങൾ കൃത്യമായി പങ്കെടുക്കുക. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഫുൾ മാർക്ക് സ്വന്തമാക്കേണ്ടത്. എല്ലാവരും റെഡിയായി ലൈവിൽ വരിക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് പഠിക്കാം. ഓക്കെ.